ഹായ് ഫ്രണ്ട്സ്, ഇന്ന് PK സിമ്പിളി നാടനിൽ ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷുഗറൊന്നും ചേർക്കാതെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മധുരവും. ഞാൻ ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്, നാട്ടുചക്കര. അത് നല്ല മധുരമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേർത്ത് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ക്രിസ്മസിന് ഇതുപോലൊരു കേക്ക് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ കേക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഗ്രേപ്സ്, ഷുഗർ കോട്ടഡ് ജിഞ്ചർ, ഡേറ്റ്സ്, ഷുഗർ കോട്ടഡ് ജിഞ്ചർ, ഡേറ്റ്സ്, ഗ്രേപ്സ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് എടുത്തതിന് വേണ്ടിയിട്ട് ഞാൻ വൈനൊന്നുമല്ല ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ കാഷ്യൂനട്ട്, അക്രൂട്ട്, ഇത് പ്ലം, ചെറി എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിൻ്റെ കൂടെ എല്ലാം ഇടാം. എല്ലാ ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഒരു അരമണിക്കൂറിന് മേലെ അതൊന്ന് നല്ലവണ്ണം കുതിരാൻ വയ്ക്കണം. കുതിരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ എസൻസും ഇറങ്ങും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും ആ തോല്, ആ വെള്ളം വരാണ്ട് ആ പുറം മാത്രം നമ്മളൊന്ന് ഒന്ന് ഇത് ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ, നമ്മൾ കേക്കിൻ്റെ പൊടിയിൽ അതിൽ കുറച്ച് നട്ട്സ് എല്ലാം കൂടെ നല്ല പൊടി ചെയ്തിട്ട്, ഒരളവിന്, അധികം പൊടിയല്ല, ഒരളവിന് പൊടി ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് കേക്ക് ചെയ്യുമ്പോൾ കേക്കിലൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്താണ്. നിറയെ നട്ട്സ് അപ്പോൾ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകില്ല, അതിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വയ്ക്കാം. ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നാരങ്ങയുടെ അതിൻ്റെ തോല് ഇത് ചെയ്തത്, വാനില എസൻസ്, 1/2 കപ്പ് എണ്ണ. ഫസ്റ്റ് നമുക്ക് ബ്രൗൺ ഷുഗറും 2 മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഷുഗർ ചേർക്കാതെ ചെയ്യണതാണല്ലോ, അപ്പോൾ ഞാനത് ഉരുക്കല്ല, അടിച്ച് തന്നെയാണ്. മിക്സിയിൽ നല്ല ഒരു കറക്കി എടുത്താൽ മതി. അതിലേക്ക് 1/2 കപ്പ് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ അടിച്ചെടുക്കാം. അധികം അടിക്കേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ 1.5 കപ്പ് മൈദ നല്ല അരിച്ചെടുക്കണം. അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അതിൽ കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച, സോക്ക് ചെയ്യാൻ വെച്ച ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് എല്ലാം കൂടെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നല്ല ഒന്ന് അതിൻ്റെ ഓറഞ്ചിൻ്റെ വെള്ളം നല്ല ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മിക്സായി വരും. അത് നല്ല ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ആറിയതിന് ശേഷം നമുക്ക് കേക്ക് മിക്സിലേക്ക് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഹൈയിൽ വെച്ചാൽ അത് എല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ല ഒന്ന് അതിൻ്റെ വെള്ളം ഒന്ന് നല്ല ഒന്ന് വറ്റിയതിന് ശേഷം അതിനെ നമുക്ക് ആറാൻ വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ മാവിലേക്ക് അടിച്ച് വെച്ച മിക്സ് ചെയ്ത് വെച്ച മുട്ടയും ബ്രൗൺ ഷുഗറും എണ്ണയും കൂടെ മിക്സ് ചെയ്തത് നമുക്കതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് നമ്മളിപ്പോൾ കേക്ക് ചെയ്യണതിന് എങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുക അതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബീറ്ററൊന്നുമല്ല ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മളെപ്പോഴും ബീറ്റ് ചെയ്യണില്ലേ, ആ കമ്പി കൊണ്ട് തന്നെയാണ് ചെയ്യണത്. നല്ല ഒന്ന് കെട്ടാതെ നല്ല ഒരേ സൈഡ് നമുക്ക് ചുറ്റിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ആ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം ഒഴിക്കാം. ഒരു 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 മൂടി വാനില എസൻസ് എല്ലാ നട്ട്സും ഇട്ടിട്ട് അല്ലെങ്കിൽ ആ നാരങ്ങയുടെയും ഓറഞ്ചിൻ്റെയും ആ തോല് നമ്മൾ എടുത്ത് വെച്ചില്ലേ അതും അതിലേക്കിട്ട് നല്ല മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചാറിയ പാലാണ്. അതും കൂടെ ഇതിൽ വെച്ച് ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇടുമ്പോൾ നല്ല തിക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് അധികം വെള്ളമാകാൻ പാടില്ല. നമ്മൾ കേക്ക് എങ്ങനെ ചെയ്യണേ, നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്നതോടെ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ടാവണം. അപ്പോൾ അതിന് അനുസരിച്ച് പാലൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരേ സൈഡ് തന്നെ ചുറ്റിച്ചെടുക്കണം. നല്ലത് കട്ടകളെല്ലാം പോകണ പോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ കേക്ക് പാനിൽ നെയ്യും എണ്ണയും കൂടെ ചേർത്താണ്, സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ചേർത്താണ് തടവി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത് 1.5 കപ്പ് ആയതുകൊണ്ട് ഞാൻ 2 കേക്കായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ നെയ്യും എണ്ണയും എല്ലായിടത്തും നമ്മൾ നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ആ മാവിൽ കുതിർത്ത് മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ നട്ട്സ് അതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അത്. ഇനി നമുക്കിതിലേക്ക് കേക്ക് പാനിലേക്ക് ഒഴിച്ച് ഹാഫ് പാർട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ വേകുമ്പോഴത്തേക്ക് ഫുള്ള് ഒഴിക്കാൻ പാടില്ല. അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ ആ എയറെല്ലാം മാറ്റിയിട്ട് നല്ല ഒന്ന് ടേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് പാനിലേക്ക്, ഞാനിത് അടുപ്പത്താണ് ചെയ്തത്, ഓവനിലല്ല. നല്ല തിക്കായിട്ടുള്ള അലുമിനിയം പാത്രത്തിൽ അടുപ്പത്ത് വെച്ചാണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പാത്രം നല്ല ഒന്ന് ചൂടാക്കിയിട്ട് മൂടി വെച്ച് ചൂടാക്കണം. സ്റ്റാൻഡ് എന്തെങ്കിലും ഉള്ളിൽ വെച്ചിട്ട് മൂടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് അത് നല്ല ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ടിൻ അതിലേക്ക് വയ്ക്കാം. നല്ല ടേപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബബിൾസ് എല്ലാം പോയി കിട്ടും. നല്ല ചൂടായ പാത്രമാണ്, അതിലേക്ക് ഇറക്കി വയ്ക്കണം. എന്നിട്ട് നല്ല മൂടിയുണ്ട് അതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് മൂടി വയ്ക്കണം. ഇതൊരു 25 മിനിറ്റ്സ് ഇപ്പോൾ ഓരോ ഫ്ലെയിമിൻ്റെ അതുപോലെ ഉണ്ടാവും. ഞാനിത് സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 25 or 30, ചിലത് 40-45 മിനിറ്റ്സ് ആവും. ഇടയ്ക്ക് ഒരു 20 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് നട്ട്സോ ഇതെല്ലാം വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കൊടുക്കാനും മറക്കരുത്, അവരവരുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ. എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.